നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് മഹാദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിലും ജനങ്ങൾക്ക് രക്ഷ ഉറപ്പാക്കുന്നതിലും മന്ത്രി മുഹമ്മദ് റിയാസ് വല്ലാതെ പരാജയപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആക്ഷേപിക്കുന്നത്. തനിക്ക് ശേഷം റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്ന കാരണഭൂതൻ അറിയുന്നോ? വയനാട് ഉരുൾ ദുരന്തം കൈകാര്യം ചെയ്തതിൽ LDF സർക്കാർ വൻ പരാജയമായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ്. മരുമകൻ ഭരണത്തിൽ സൂപ്പർ താരമാണെന്ന് 4 പേരെ കൊണ്ട് പറയിക്കാനും പാർട്ടി പത്രം വഴി ആവോളം പ്രചാരണം കൊടുക്കാനുമുള്ള ആഗ്രഹത്തിലാണ് പിണറായി റിയാസിനെ മലപ്പുറം ഓപ്പറേഷൻ അയച്ചത്. പാർട്ടി പത്രത്തിന്റെ 1-ാം പേജിൽ ഷൂസും സോക്സും ജീൻസും ബനിയനുമൊക്കെ ഇട്ട് ഉല്ലാസകുമാറിനെ പോലെ മരുമകൻ നിൽക്കുന്ന ഫോട്ടോ പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളം വല്ലാതെ ചിരിച്ചതു മാത്രമേയുള്ളൂ. ഗംബൂട്ടും ഷൂസും ഇട്ട് മരുമകൻ ലുക്കെന്ന് നടന്നതല്ലാതെ വയനാട്ടിൽ ഏകോപനം നടത്താനൊന്നും റിയാസിന് സാധിച്ചില്ല എന്നാണ് വിമർശകർ പറയുന്നത്. പട്ടാളം ഇറങ്ങിയാണ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. നേവി എത്തിയാണ് ഒറ്റപ്പെട്ടവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഈ പാവപ്പെട്ടവർക്ക് അരിയും തുണിയും എത്തിക്കുന്നതിൽ പോലും സർക്കാർ പരാജയപ്പെടുകയായിരുന്നുവെന്നും വിമർശനം ശക്തമാകുന്നുണ്ട്. റിയാസ് മാത്രമായിരുന്നില്ല വയനാട് കൈകാര്യം ചെയ്യുന്നതിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ മന്ത്രിമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന വിമർശനവും ശക്തമാകുന്നുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിലും അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കുന്നതിലുമൊക്കെ കേന്ദ്രസേനയുടെ സേവനത്തെയാണ് ജനങ്ങൾ പ്രകീർത്തിച്ചത്. പിണറായിക്ക് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാൻ ഏറ്റവും പ്രാപ്തനും യോഗ്യനും മുഹമ്മദ് റിയാസ് ആണെന്ന തോന്നലുണ്ടാക്കുകയായിരുന്നു പിണറായിയുടെ ഏക ലക്ഷ്യമെന്ന വിമർശനവും ശക്തമാകുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രദർശനമാണ് കാരണഭൂതൻ ലക്ഷ്യമിട്ടതെന്ന് റിയാസിന്റെ പ്രകടനത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഭരണത്തിൽ മാത്രമല്ല പ്രായോഗികതയിലും മരുമകൻ ഒരു മന്ത്രിയാകാനൊന്നും യോഗ്യനല്ലെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കർണാടകത്തിലെ മലയിടിച്ചിലിൽ അർജുനെ കണ്ടെത്താനും റിയാസ് മന്ത്രിയാണ് കാരണഭൂതൻ നിയോഗിച്ചത്. കർവാർ MLA കാണിച്ച ആത്മാർത്ഥതയോ കഴിവോ റിയാസിൽ നിന്ന് ജനങ്ങൾക്ക് അവിടെയും കാണാനായില്ല. 2-3 ദിവസം അവിടെ കഴിഞ്ഞതിനു ശേഷം റിയാസ് മടങ്ങിപ്പോകുന്നതല്ലാതെ ഈശ്വർ മാൽപ്പെ കാണിച്ച ആത്മാർത്ഥത പോലും മന്ത്രിയിൽ നിന്ന് കാണാനായില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തനിക്ക് ശേഷം മകൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഏതൊരു അച്ഛൻ മുഖ്യമന്ത്രിയും ആഗ്രഹിച്ചു പോകും. കേരളത്തിലാവട്ടെ മരുമകൻ എത്രയും വേഗം മുഖ്യമന്ത്രിയാവട്ടെ എന്നാണ് കാരണഭൂതന്റെ ആഗ്രഹമെന്നാണ് അടക്കം പറച്ചിൽ. ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ഇപ്പോൾ തന്നെ പിണറായി വിശാല മനസ്സ് സമ്മതവുമാണ്. രാജിവെച്ചൊഴിയുമ്പോൾ റിയാസിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് ഉറപ്പിലാണ് വീണയെ വിവാഹം ചെയ്ത് കൊടുത്തതെന്ന് തോന്നിപ്പോകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേരളത്തിൽ കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്തതിൽ മന്ത്രി KK ശൈലജ കാണിച്ച അസാമാന്യ പ്രാപ്തിയും നേടിയെടുത്ത ജനകീയതയും വയനാട്ടിൽ റിയാസുവിനും വന്നു ചേരുമെന്നാണ് പിണറായി കരുതിപ്പോയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പരിഹസിക്കുന്നത്. CPM ഓരോ കാലത്തും ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നവർ ഭരണത്തിൽ വൻ പരാജയമായിരുന്നുവെന്ന് കേരളം കണ്ടതാണ്. PK ശ്രീമതിയെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയ അപാര കഴിവുകാരിയാണെന്ന് മുൻപ് CPM പ്രചരിപ്പിച്ചിരുന്നു. ചിക്കൻ ഗുനിയ മഹാമാരി കൈകാര്യം ചെയ്യേണ്ട വന്നപ്പോഴാണ് PK ശ്രീമതിയെ മന്ത്രി പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ പോലും കൊള്ളില്ലെന്ന് കേരളം തിരിച്ചറിഞ്ഞത്. LDF സർക്കാരിൽ തന്നെ ചിഞ്ചുറാണിയും വീണ ജോർജും ബിന്ദുവുമൊക്കെ ശരാശരി നിലവാരം പോലും പുലർത്തുന്ന മന്ത്രിമാരല്ലെന്ന് വിമർശനങ്ങൾ ഇതിനോടകം നിലവിലുള്ളതാണ്. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. സൂപ്പർമാനാണ് റിയാസ് എന്ന് വരുത്താൻ പിണറായി വിജയനും മന്ത്രി റിയാസിനെ കളത്തിലിറക്കി നടത്തിയ എല്ലാ ട്രയൽ റണ്ണുകളും പരാജയപ്പെടുകയായിരുന്നു. നവകേരള യാത്രയിൽ മരുമകനെയാണ് കൂടുതൽ സ്റ്റേജുകളിൽ പ്രസംഗിക്കാൻ കാരണഭൂതൻ വിയോഗിച്ചത്. പാർട്ടി ഫോറത്തിൽ പ്രസംഗം നടത്തുന്നത് പോലെയല്ല ഭരണത്തിന്റെ പ്രാഗൽഭ്യമെന്ന് പിണറായി മനസ്സിലാക്കിയിട്ടില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നു. കേരളത്തിന് ബാധ്യതയാണ് 2ാം പിണറായി സർക്കാരും ഇതിൽ ഒട്ടുമിക്കാലും മന്ത്രിമാരും എന്ന തിരിച്ചറിവ് CPMനും പിണറായി വിജയനും ഒഴികെ ശരാശരി ജനങ്ങൾക്കെല്ലാം വ്യക്തമാണ്. അടുത്ത വർഷത്തോടെ രാജിവെച്ച ശേഷം മരുമകനെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിക്കാനുള്ള പിണറായിയുടെ വ്യഗ്രത കേരള ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.